മിജോ, ഞാൻ അങ്കമാലി നിന്ന് വരുന്നത്. ഈ വർഷം മെയ് 19 തീയതിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ വൈഫും വിദേശത്താണ് കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ മകനെ പ്രഗ്നൻ്റായി 7 മാസമായപ്പോൾ ഞാനും എൻ്റെ വൈഫും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം 2021 വൈഫിന് OET പാസ്സായി ന്യൂസിലാൻഡിലേക്ക് പോകാനൊരു അവസരം വന്നു. ഞാനെപ്പോഴും നാട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. 2 കുട്ടികളുണ്ട്. മൂത്ത ആൾ പെൺകൊച്ചു, രണ്ടാമത്തെ ഒരു ആൺകൊച്ചുമാണ്. അപ്പോൾ അവർ നോക്കുന്നതിന് കാര്യമായി ബന്ധപ്പെട്ട് ഞാൻ നാട്ടിൽ തന്നെ നിന്നുകൊണ്ടിരുന്നത്. വൈഫ് പോയി 2022 ഒക്ടോബറിൽ ന്യൂസിലാൻഡിലേക്ക് പോയി. ഒരു 6 മാസത്തിന് ശേഷം ഞാനും എൻ്റെ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ടും ഫാമിലി വിസയ്ക്ക് ഒരു അപ്ഡേഷന് സംഭവിക്കുന്നില്ല. ഞങ്ങൾ ഇമിഗ്രേഷനെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴും കേസ് വർക്കർ അസൈൻ ചെയ്തിട്ടില്ല, മെയിൽ വഴി അയച്ചാൽ ഇത് തന്നെയാണ് റിപ്ലൈ. ഒരു 3.5 മാസത്തിന് ശേഷം കേസ് വർക്കറെ അസൈൻ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കൊരു മെയിൽ വന്നു. പക്ഷേ കേസ് വർക്കർ നമ്മളുമായിട്ട് ത്രൂ ആയിട്ട് മെയിൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അവർ. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ ഞാൻ PCC സബ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു 9 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. ന്യൂസിലാൻഡിൽ റെസിഡൻസി കൊടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അത് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയണത് എൻ്റെ 9 മാസം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെന്ന്. അന്ന് തന്നെ ഞാൻ എൻ്റെ എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റും മാറ്റി. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നു വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും മാറ്റിയിട്ടാണ് എനിക്ക് വിസയ്ക്ക് അപ്ലോഡ് ചെയ്തത്. പക്ഷേ കേസ് വർക്കർക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷനും കൊടുത്തിട്ടും കേസ് വർക്കർക്ക് അവർക്ക് കൃത്യമായിട്ട് തോന്നണില്ല ഞാൻ തന്നെ ആ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ആൾ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞ് ഒരു മെയിൽ വന്നു. 1 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഇങ്ങനെ ന്യൂസിലാൻഡ് PR-ന് വേണ്ടി പ്രോസസ്സിങ്ങിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്തത്. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ആകെ ടെൻഷനെ, ഡിപ്രഷനായി, എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായ സമയത്താണ് ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കാണുന്നത്. അതിനു മുമ്പ് ഞാനിവിടെ ആലപ്പുഴ പോണ സമയത്ത് ഇവിടെ രാവിലെ ഒരു 5 മണിയായപ്പോൾ വന്ന് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ ഓൾഡ് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ ഓൾഡ് പാസ്പോർട്ട് ഓൾറെഡി വാലിഡിറ്റി കഴിഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ മെസ്സേജ് പറയുമോ നിങ്ങൾ ന്യൂ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. ആക്ച്വലി പാർട്ണർ വർക്ക് വിസയ്ക്ക് നമുക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ആ ആപ്ലിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേസ് വർക്കറുടെ ഡിസിഷനാണ്, നിങ്ങൾ എന്തേ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ അത് സബ്മിറ്റ് ചെയ്തു ഡൽഹിയിലേക്ക്. അത് സബ്മിറ്റ് ചെയ്യണേക്കാളും മുമ്പ് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലം പൂശി കുരിശ് വരച്ചൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ അയച്ചത്. കറക്റ്റ് 2-3 ദിവസങ്ങൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും 1 മാസമായിട്ടും കേസ് വർക്കർ വേറെ ഒരു റിപ്ലൈ ഇല്ല. അവർ നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും, നമ്മൾ തിരിച്ച് അപ്ലൈ ചെയ്താലും അവർ കോൺടാക്ട് ചെയ്താലും അവർ ചോദിക്കണം ഒരു കാര്യമാണ്, കേസ് വർക്കറാണ് ഡിസിഷൻ എടുക്കണേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത്ര നാൾ അവർ ഡിസിഷൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഓൾറെഡി 5 മന്ത്സ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ തന്നെ ആ ഒരു സമയത്താണ് ഓഗസ്റ്റ് 11 തീയതി ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കാണണത്. അപ്പോൾ അച്ഛനോട് നമ്മൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ വിസ വേണ്ടേ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എത്രയും വേഗം കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഓൾറെഡി തന്നെ 5 മാസം കഴിഞ്ഞു, എനിക്ക് ആകെ ഡിപ്രഷൻ അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒരു 75 എന്നുള്ള ഒരു ദിവസം കാണുന്നുണ്ട്, നമ്പറെ കാണുന്നത് 75 എന്നുള്ള ഒരു നമ്പറെ കാണണേ, അത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് മെസ്സേജാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ അതുപോലെ പോയി തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒരു 45 ദിവസത്തെ എൻ്റെ വൈദിക പൗരോഹിത്യ ശക്തിയാൽ എത്രയും വേഗം വിസ കിട്ടണമെന്ന്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ എല്ലാ മാസം വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇത് തന്നെ അവസ്ഥ, 1 മാസമായിട്ട് വീണ്ടും റിപ്ലൈ ഇല്ല. അപ്പോൾ ഈ മാസത്തെ പത്രം മേടിക്കാനായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും വന്ന് പ്രാർത്ഥിക്കേണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ജോസഫ് അച്ഛനെ അർപ്പിച്ച് വിശുദ്ധ കുർബാന ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു വിസ തടസ്സം മാറണേന്ന്. ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അവരൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന തീർന്നപ്പോൾ തന്നെ മെയിലൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ആ കേസ് വർക്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾ പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് PCC അയക്കണം, അതല്ലെങ്കിൽ ഞാനൊരു ഫോം അയച്ചു തരാം, അതൊരു സോളിസിറ്ററെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് നോട്ടറി ചെയ്ത് അയക്കാൻ പറഞ്ഞിട്ട്. അവർക്ക് തന്നെ അവരതിനകത്ത് മനസ്സിലായി, കാരണം അവർ സൗദി എംബസിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പുതിയൊരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച ഒരാളല്ല അവിടെ വന്നേന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ പുതിയൊരു PCC തരില്ല എന്ന് അവർ തന്നെ മെയിൽ അയച്ചു. അപ്പോൾ സെപ്റ്റംബർ 15 തീയതി വരെയാണ്, ഈ വെള്ളിയാഴ്ച വരെയാണ് നിങ്ങൾക്കൊരു സമയം തന്നത്, അതിനുള്ളിൽ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് അയക്കണം. ഞങ്ങൾ സൗദി എംബസിയായിട്ട് നോക്കിയപ്പോൾ അവർ തരില്ല എന്ന് തന്നെ കട്ടായം തന്നെ പറഞ്ഞു.
അപ്പോൾ അവർ തന്ന ഫോമിൽ ഞങ്ങൾ നാട്ടിലുള്ള ഒരു സോളിസിറ്ററുമായിട്ട് അറ്റസ്റ്റേഷൻ ചെയ്ത് വീണ്ടും ഡേറ്റ് ഓഫ് ബർത്തിന് ക്ലാരിഫിക്കേഷൻ എല്ലാം അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ മാറ്റിയതെന്ന് പറഞ്ഞിട്ട് സോളിസിറ്ററിൻ്റെ ക്ലാരിഫിക്കേഷൻ അയച്ചു കൊടുത്തു. ഞങ്ങൾ ഞാൻ തിങ്കളാഴ്ച രാത്രി 1:30 മണിക്കാണ് അപ്ലോഡ് ചെയ്തത്. ഇന്നലെ ഏകദേശം ഒരു 5 മണിക്ക് വെളുപ്പിനെ ഞങ്ങൾക്ക് വിസ വന്നു. സത്യത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഞങ്ങളെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും മാതാവ് മാത്രമാണ് ഞങ്ങൾക്ക് വിസ മേടിച്ചു തന്നത്. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ലെറ്റർ അയച്ചിട്ടും കേസ് വർക്കർ ഒന്നും ഞങ്ങൾക്ക് സപ്പോർട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. സൗദി എംബസി ആയാലും ഞങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. മാതാവിനോട് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കും എൻ്റെ മക്കൾക്കും ഇന്നലെ വിസ കിട്ടിയത്. അതോടൊപ്പം തന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയാണ് എൻ്റെ PT എക്സാമിൻ്റെ കേസ്. റെസിഡൻസി വിസയ്ക്ക് കൊടുക്കുമ്പോൾ പാർട്ണറും PT എക്സാം എഴുതുന്ന നിർബന്ധം, PT അല്ല ഏതെങ്കിലും IELTS അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാം എഴുതുന്ന നിർബന്ധമുണ്ട്. 35 സ്കോറാണ് PTക്ക് എക്സാമിന് വേണ്ടതായിരുന്നത്. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് എക്സാം എളുപ്പമുണ്ടാക്കി തരണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 62 മാർക്ക് കിട്ടി. ഞാൻ ആഗ്രഹിച്ചേക്കാളും ഇരട്ടി മാർക്കാണ് എനിക്ക് കിട്ടിയത്. അതിന് ഓവറോൾ 7 ഉണ്ട്, ബാക്കി 6 IELTSൻ്റെ താരതമ്യം ചെയ്ത് പോകുമ്പോൾ എനിക്ക് 6.5 കിട്ടിയായിരുന്നു. നല്ല മാർക്ക് നൽകി മാതാവൻ അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമത് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യം, എൻ്റെ മകൻ സംസാരിക്കാൻ, അവൻ 3 വയസ്സായിട്ടും അവൻ സംസാരിക്കും, പക്ഷേ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് വാക്കുകൾ നമ്മളോട് പറയും, പക്ഷേ അവനെന്താ വ്യക്തതയിൽ എന്ത് പറഞ്ഞാലും അവന് വ്യക്തത വരില്ല. നമുക്ക് അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തവൻ എന്താ നീ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് വീണ്ടും സ്ട്രെസ്സ് കൂട്ടി പറയും. സ്ട്രെസ്സ് കൂട്ടി പറയുമ്പോൾ പിന്നെ അവന് സംസാരിക്കാൻ പറ്റില്ല. അവനും ആകെ കരച്ചിൽ തുടങ്ങും. അങ്ങനെ ആകെ വിഷമത്തിൽ, ഞങ്ങളും വിഷമത്തിൽ, അവനും വിഷമത്തിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി തൈലം എടുത്ത് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ്റെ നാക്കിൽ ഓരോ തുള്ളി കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ നന്നായിട്ട് സംസാരിക്കട്ടെ. ഏകദേശം ഒരു കുറച്ച് വാക്ക് മാത്രമാണ് അവൻ ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ടും സംസാരിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തതിന് കൃപാസന മാതാവിനെ വിശ്വസിക്കുന്നുണ്ട്. ഇത്ര അനുഗ്രഹം ചെയ്ത കൃപാസന മാതാവിനും പരിശുദ്ധ ദേവകുമാരനും ഒരുപാട് നന്ദി. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഒരിക്കലും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനമാണ്. തനിക്ക് ഉള്ള ജോലി റിസൈൻ ചെയ്ത് പിന്നീട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് താമസിക്കുവാൻ വേണ്ടിയിട്ട് ന്യൂസിലൻഡിന് ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വിസ പ്രോസസ്സിങ്ങും പിന്നീട് അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ, അതിനു വേണ്ടിയിട്ട് മാസങ്ങൾ പിന്നീട് ഇങ്ങനെ പോവുകയാണ്. യാതൊരു ചലനവും അതിലൊന്നും കാണുന്നില്ല. പിന്നീടാണ് അറിയുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൽ വ്യത്യാസമുണ്ടെന്ന്. അതും എല്ലാം ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തു മാക്സിമം എഫേർട്ട് എടുത്ത് അതിനൊക്കെ ഓടി നടന്ന് അതുമൊക്കെ ചെയ്യുന്നു. എന്നാൽ വീണ്ടും തടസ്സങ്ങൾ തന്നെ. കേസ് വർക്കർ ഇവരുടെ കാര്യത്തിൽ യാതൊരു രീതിയിലും മുമ്പോട്ടൊരു പോസിറ്റീവ് അഭിപ്രായം ഒന്നും കാണിക്കുന്നില്ല, പറയുന്നില്ല. അവിടെ നിന്ന് മെസ്സേജ് ഒന്നും വരുന്നില്ല. ഇതൊക്കെയാണ് മിജോ പറഞ്ഞ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മകൻ തൻ്റെ ആതുര ശുശ്രൂഷ, കാരുണ്യ പ്രവർത്തികൾ, അതുപോലെ തന്നെ ഓരോ മാസവും ഇവിടെ വന്ന് കൃപാസന പത്രം വാങ്ങിക്കുന്നതിനും അത് പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും പങ്കുവയ്ക്കുന്നതിനുമൊക്കെ ക്ഷമയോടെ തന്നെ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യമെടുത്തു എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തൻ്റെ ഉടമ്പടിയിൽ താൻ വിശ്വസ്തനും സത്യസന്ധനുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പറഞ്ഞ അതുപോലെ തന്നെ 31-ാമത്തെ ദിവസം 45 ദിവസത്തിനുള്ളിൽ എന്നാണ് പിന്നീട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ആദ്യം 75 എന്ന് പറയുന്നു, പിന്നീട് ഒന്നുകൂടി പ്രാർത്ഥിച്ചു എന്നാണ് നാം കേട്ടത്. അങ്ങനെ അച്ഛൻ പറയുന്ന ആ ദിവസത്തിനുള്ളിൽ തന്നെ ഈ മകന് വിസയ്ക്ക് കയ്യിൽ കിട്ടുന്നു എന്ന്, അതായത് ഇന്നലെ കയ്യിൽ കിട്ടുകയാണ്. തലേ ദിവസം രാത്രി 11:30 ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നു. ഇന്നലെ വിസ കയ്യിൽ കിട്ടുന്നു. ഇതൊക്കെയാണ് തീർച്ചയായും നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ്
ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, നാം ഒരിക്കലും നടക്കുമോ നടക്കില്ലയോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നാം നിൽക്കുമ്പോൾ അമ്മ ഇടപെട്ടാൽ ഓരോ ഫയലും അമ്മ അത് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ടി ആ ഫയൽ നീക്കും. അതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുള്ളത്. അമ്മയുടെ കയ്യിൽ നമ്മുടെ ഫയൽ കൊടുക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. പരിഭവവും പരാതികളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നാം നമ്മോട് തന്നെ ടെൻഷൻ കാണിച്ച് ആകെ ഒരു അവസ്ഥയിൽ നടക്കുന്നതിനേക്കാൾ വീണ്ടും തമ്പുരാൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഉടമ്പടി എടുത്ത മകനാണ് മകളാണ്, ആ ഒരു ചിന്തയോടെ നാം മുമ്പോട്ട് പോകുമ്പോൾ തിരുവചനം പറയുകയാണ്, ഒരിക്കലും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ. അതാണ് നാമും ഓരോ നിമിഷവും നമ്മോട് തന്നെ പറഞ്ഞ് നമ്മെ തന്നെ ധൈര്യപ്പെടുത്തേണ്ടത്. അങ്ങനെ പിന്നീട് തൻ്റെ PT എക്സാം, അതും വളരെ ബുദ്ധിമുട്ടേറിയതാണ്. എല്ലാ മൊഡ്യൂൾസുമുണ്ട്. ആ എക്സാമിലും ഈ മകന് നല്ല സ്കോർ ലഭിക്കുന്നു. തൻ്റെ കോച്ചിങ്ങിൻ്റെ സമയത്ത് പോലും, അതായത് ഒത്തിരി കോച്ചിങ് അവന് പോയിട്ടില്ല. തൻ്റെ ജോലിക്കിടയിലൊക്കെ 1 മണിക്കൂറൊക്കെ ആണ് തനിക്ക് സമയം കിട്ടിയിരുന്നതെന്നാണ് സിസ്റ്ററിനോട് പറഞ്ഞത്. എന്നാൽ അതിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് പോകുന്നു. അമ്മയുടെ കാശ് രൂപം കൊണ്ടാണ് എക്സാമിന് പോകുന്നത്. അതും ഏറ്റവും നല്ല സ്കോർ കൊടുത്ത് അമ്മ ഈ മകനെ അനുഗ്രഹിക്കുകയാണ്. പിന്നീട് തൻ്റെ കുഞ്ഞ്, സംസാരിക്കാത്ത കുഞ്ഞ്, ആ കുഞ്ഞ് എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടി തൈലം ആ മകന് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നതെന്ന് നാം കേട്ടു. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കണം നാം ഉടമ്പടിയിൽ വെക്കേണ്ടത്. അതിൽ തന്നെ നമുക്ക് ഈശോയുടെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റുവാനും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോ